UAE-യിൽ നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് പിൻവലിച്ച് പകരം വിവിധയിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. ശക്തമായ മഴ തുടരുമെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അൽ ഐൻ, ഫുജൈറ, കോർഫാക്കൻ മേഖലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. ദുബായ് മേഖലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. മഴ കനത്തതോടെ ദുബായിൽ വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. സ്വകാര്യ മേഖലയിലും ആവശ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റും ഒപ്പം ഇടിമിന്നലോടുകൂടിയ മഴയും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ദുബായിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി. 3 വിമാനങ്ങളാണ് സർവീസ് നിർത്തിയതായി അറിയിച്ചത്. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കും വിമാനങ്ങൾ സർവീസ് നടത്തുന്നില്ല. കനത്ത മഴയെ തുടർന്ന് ദുബായിലെ ടെർമിനലിൽ ഉണ്ടായ ചില തടസ്സങ്ങളാണ് ദുബായ് സർവീസുകളെ ബാധിച്ചതെന്നാണ് വിവരം. ഒമാനിൽ ഇതിനോടകം വലിയ നാശം വിതച്ച മഴ വീണ്ടും കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒമാനിൽ മഴയിൽ മരണം 18ആയി. റോഡുകളിലെ വെള്ളക്കെട്ട് കാരണം പലയിടത്തും ഗതാഗതം നിലച്ചു. ഒമാനിൽ പോലീസ് ഉൾപ്പെടെ സംവിധാനങ്ങൾ സജ്ജമാണ്. ശക്തമായ കാറ്റും ഒപ്പം ഇടിമിന്നലോടുകൂടിയ മഴ മുസന്തം, അൽബുറൈമി, അൽ ദാഹിറ, വടക്കൻ ബാത്തിന, മസ്കത്ത്, വടക്കൻ അൽ ഷർഖിയ എന്നിവിടങ്ങളിൽ ഉണ്ടാകുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.